നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വയനാട് ഒരു തീരാ നോവായി നമുക്ക് മനസ്സുകളിൽ നിറയുകയാണ്. വയനാടിനെ ചേർത്തു പിടിക്കാൻ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പക്ഷേ ഒരു വലിയ കേന്ദ്ര സഹായം ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. വയനാട് പുനരധിവാസത്തിന് പണം തടസ്സമാകില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടുത്തെ മനുഷ്യരുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്തായിരിക്കും കേന്ദ്ര പാക്കേജ്? എത്രമാത്രം പ്രതീക്ഷ കേന്ദ്രത്തിൽ വെക്കേണ്ടതുണ്ട്? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. വയനാടിന് ലഭിക്കുന്ന പ്രത്യേക പാക്കേജ് എന്താകും? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ആലപ്പുഴയിൽ നിന്നാണ് ശ്രീ അഹമ്മദ് അലി. ശ്രീ അഹമ്മദ് അലി, താങ്കൾക്ക് എന്തു പറയാനുണ്ട്? എത്ര വലിയ ഒരു പ്രതീക്ഷയാണ് കേരളം ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുന്നത്? നമുക്ക് എന്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് കരുതാനാകുക? നമ്മൾ ഇതിനു മുമ്പ് പ്രളയം വന്നില്ലേ? പ്രളയം വന്നപ്പം നമ്മുടെ ഇന്ന് പൈസ, അരിയുടെ പൈസ മേടിച്ച നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. നമ്മുടെ കേരളത്തില് നമുക്ക് ബുദ്ധിയും വിവരമുള്ള ആൾക്കാരുണ്ട്. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ഇവിടെ നിന്നോട്ട് ചെയ്ത് മാക്സിമം നമ്മൾ ആ നാടിനെ, ആ വയനാടിനെ നമ്മളെല്ലാവരും കൂടി രക്ഷപ്പെടുത്തുക. കേന്ദ്രത്തിന്റെ ഒരു സഹായം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്താ പറയുക? പക്ഷെ അത് മതിയാകും. നമുക്ക് ചുരുങ്ങിയത് ഒരു 2000 കോടി രൂപയെങ്കിലും വേണം ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത്രയും തുക നമുക്ക് കിട്ടും. മാത്രമല്ല, നമ്മുടെ മറ്റ് പല മേഖലകളും കൂടി ഈ പ്രശ്നത്തോടു കൂടി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസം മേഖല അത് വലിയ തോതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ആളുകളിലേക്ക് ഇത് വലിയ വിസ്തീർണത്തിൽ ഈ ദുരന്തം വ്യാപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രം അങ്ങനെ കണ്ണടയ്ക്കാൻ പാടുള്ളതാണോ ശ്രീ അഹമ്മദ് അലി? അല്ല സാറേ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രളയം വന്ന് ഹെലികോപ്റ്ററിന് പൈസ, അരിക്ക് പൈസ നമ്മുടെ ഇന്ന് പിടിച്ചു വെച്ചല്ലേ മേടിച്ച സാറേ? ആണോ അല്ലയോ? അപ്പൊ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ്. വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് നേരെ മറിച്ച് ഇതുപോലെ ഗുജറാത്തിലോ യു പിയിലായിരുന്നു അവർ ഭരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പാലം തകർന്നാൽ മതി, ഇതിന്റെ 10 ഇരട്ടിയായിട്ട് അവിടെ കാര്യങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടതല്ലേ? നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്താണ് കേരളത്തിന് വേണ്ടി തന്നത്? ഇവിടുന്ന് ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട്, പുള്ളി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാ? സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. ഞാൻ പറയുന്നത് ഞാൻ ഇന്നലെ ഞാൻ കൊടുത്തോണ്ട് ഞാൻ പറയല്ല, ഇന്നലെ ആലപ്പുഴ വെള്ളക്കിണറിന്റെ അവിടെ നമ്മൾ വെള്ളം എടുക്കുന്നൊരു ഇതുണ്ട്. അതായത് നമ്മൾ 1 രൂപയ്ക്ക് വെള്ളം എടുക്കത്തില്ല. ഇന്നലത്തെ അവിടുത്തെ വെള്ളത്തിന്റെ പൈസ കംപ്ലീറ്റ് വയനാടിന് വേണ്ടിയായിരുന്നു. അവിടെ ഇടുന്ന ചിലപ്പോ ഒരു 20 ലിറ്റർ, നമ്മൾ 20 ലിറ്ററിന്റെ ക്യാനാണ്, ചിലപ്പോ 100 രൂപ ഇടുന്നുണ്ട്, 200 ഇടുന്നുണ്ട്, 25 ഇടുന്നവരുണ്ട്. ഒരു പൈസ കൂടുതൽ ഇട്ടാലും അതൊക്കെ നമ്മുടെ വയനാടിന് വേണ്ടിയുള്ള. നമ്മൾ സഹായിക്കുക, നമ്മൾ സഹകരിക്കുക, നമ്മൾ ഇറങ്ങുക. നമ്മുടെ നാടിലെ നമ്മുടെ സഹോദരങ്ങളാണ് അവര്. യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ നന്ദി അഹമ്മദ് അലി. വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ശ്രീദാസൻ കണ്ണൂരിൽ നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീദാസൻ, ഏതാണ്ട് 599 കുടുംബങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ട്. അത് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 2000-ഓളം ആളുകൾ വരും. 1170 മനുഷ്യർ അവിടെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ താമസിക്കുന്നു. നിരവധി ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. 400-ഓളം ആളുകൾ നമുക്ക് നഷ്ടമായി. സർക്കാരിൻ്റെ കണക്കുകൾ കുറെ കൂടി കുറവാണ്, എങ്കിലും ബാക്കി ആളുകളെ കണ്ടെത്താനില്ല എന്ന തരത്തിലാണ് പറയുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള ഒരു സഹായം നൽകുമെന്നാണ് ശ്രീദാസൻ പ്രതീക്ഷിക്കുന്നത്? കേന്ദ്ര സർക്കാർ നമുക്ക് മനസ്സിലാക്കേണ്ട, ഇതുപോലെ ഇടപെടുന്ന ഒരു കേന്ദ്ര സർക്കാർ എപ്പോൾ ഉണ്ടായിട്ടില്ല? എത്ര നന്നായിട്ട് ഇടപെടലാണ്. നമ്മൾ അനാവശ്യമായിട്ട് അവിടുന്ന് ഇവിടുന്ന് സാധാരണക്കാരെ വർത്തമാനം പറഞ്ഞിട്ട് മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കിട്ടുന്ന ഇല്ലാതാക്കരുത്. നമ്മള് കിട്ടുന്ന വെച്ചാൽ ന്യായമായിട്ട് ഞാൻ ചോദിക്കും, ഒരു പ്രധാനമന്ത്രി 6-7 മണിക്കൂർ നേരം അയാളൊക്കെ മൊത്തം 4 ഭാഗത്തും ഭീകരന്മാരെ ഇടയിൽ നിൽക്കുന്ന ആൾ, അയാൾ നടന്ന് 4 പുറത്ത് 7 മണിക്കൂറാണ് ചെലവഴിച്ചില്ലേ? ആദ്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്നതല്ല മനു. കാര്യം ഈ ജനങ്ങൾ, ഇത്രയും ആൾക്കാർ ഈ ഒരു കൂട്ടിലിട്ട പോലെ കിടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുള്ള പൈസ എടുത്ത് ആദ്യമായിട്ട് ഇവർക്ക് ഒരു വാടക വീട് സംഘടിപ്പിച്ചു കൊടുക്ക്. അല്ല, അതിനുള്ള വീടുകൾ ഐഡന്റിഫൈ ചെയ്തു. 200-ലധികം വീടുകൾ കണ്ടെത്തി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണം. അതുപോലെ ഈ
പെൺകുട്ടിക്കുള്ള സാനിറ്ററി നാപ്കിൻ വരെ ഇല്ലാത്ത അവസ്ഥയാണല്ലോ. ഇതൊക്കെ നമ്മൾ ഇതെല്ലാം കാണിച്ച് ഒരു പേസ്റ്റ് ഇല്ല, പല്ലിയൊക്കെ ബ്രഷോ പേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ ആദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തരും. 100% ഞാൻ വിശ്വസിക്കുന്നത് 1000 കോടി കൊടുത്തെങ്കിൽ ഞാൻ അത്ര ക്ലിയർ അല്ലേ അവർ ഇടപെട്ടെ. ആദ്യം ഫസ്റ്റ് അന്ന് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഒരാഴ്ചയധികം ഓടി നിർത്തിയില്ലേ. വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന ഇല്ലാണ്ടാക്കുന്നവർക്ക് പറയാല്ലേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ അജയ് കുമാർ. ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു? ഈ വലിയ ദൗത്യത്തിൽ കേന്ദ്രം നമുക്കൊപ്പം നിൽക്കും എന്നാണ് നമ്മുടെ ഒരു പൊതു പ്രതീക്ഷ. അത് എത്ര മാത്രം ശരിയായിരിക്കും? ഉറപ്പല്ലേ ആ പ്രതീക്ഷ. കാരണം പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം അന്ന് കളക്ടറും മറ്റുള്ള മന്ത്രിമാരുമായിട്ടിരുന്ന കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും വയനാട് പുനരധിവാസത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അവിടം കൊണ്ട് തീർന്നില്ലേ? ഇപ്പൊ ഇത്രയും വലിയ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി, നമുക്ക് എത്രയും പെട്ടെന്ന് അത് പുനരുദ്ധാരണം നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ അത് അത്ര ഈസിയായിട്ട് ഓവർനൈറ്റ് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇനിയിപ്പോ കേരള സർക്കാരിനും അത് കംപ്ലീറ്റ് ഐഡന്റിഫൈ ചെയ്യണം, എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഒന്നും മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുൻപിലില്ല. ഉണ്ടായതൊക്കെ നമ്മളത് നടത്തിയതും പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എന്താണ് പറയുന്നത്, സുനാമിയും ഓഖിയും വെള്ളപ്പൊക്കത്തിനും ഒക്കെ നമ്മൾ നടത്തിയ പുനരധിവാസങ്ങളിലൊക്കെ നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് അതിലെല്ലാം ഭീകരമാണ്. അപ്പൊ കേരള സർക്കാർ ഉറപ്പായിട്ടും അത്യാവശ്യമായിട്ട് കേരള സർക്കാർ ചെയ്യേണ്ടത് എല്ലാവർക്കും വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിലെ മന്ത്രി പറയുന്നത് അദ്ദേഹം അതിനുവേണ്ടി വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം നല്ല ശുഭകരമായ വാർത്തകളാണ്. ഏതായാലും നമുക്ക് കേന്ദ്രത്തിൽ നിന്നും ശുഭകരമായ വാർത്തകൾ വരും എന്ന് പ്രതീക്ഷിക്കുക. യെസ്, വളരെ വ്യക്തം. കൃഷ്ണൻ മണ്ണാർക്കാടിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാട് അല്ലേ? ശ്രീകൃഷ്ണന് എന്ത് തോന്നുന്നു? നമുക്ക് 178 പേരെ തിരിച്ചറിഞ്ഞു. നമുക്ക് 229 മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 51 പേരെ അതിൽ ഇനി തിരിച്ചറിയാനുണ്ട്. ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതായാലും 100-400ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടാകും എന്നാണ് ഒരു അനുമാനം. 130ഓളം പേരെ കാണാനില്ല എന്ന വിവരം കൂടി അവിടെയുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ, ഇത് വലിയ ഒരു പുനരധിവാസം ആവശ്യമായ ഒരു മേഖലയാണ്. നമുക്ക് അത് പുനർനിർമ്മിക്കേണ്ട ഒരിടമായി മാറുകയാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് എങ്ങനെ നമുക്ക് കൂടുതൽ തുക വാങ്ങിച്ചെടുക്കാൻ കഴിയും? സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മണ്ണാർക്കാട് താലൂക്കിൽ പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഈ വയനാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക. ഞാനിവിടുത്തെ വ്യാപാരി വ്യവസായത്തിൽ ചെറിയൊരു അംഗം കൂടിയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി നമ്മുടെ പരിമിതിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോ ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പറ്റിയിട്ടോ നമ്മൾ പറയേണ്ട ഒരു ആവശ്യം ഈ സമയത്തില്ല. കാരണം നമ്മൾ എല്ലാവരും പാടെ കൂടി പിടിച്ച് ഒത്തൊരുമിച്ച് നിന്നാലേ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതാണ്, അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയ ഇതിൽ വലിച്ചെടുക്കേണ്ട കാര്യങ്ങളില്ല. അല്ലെങ്കിൽ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനാണ്, അതെല്ലാം നമുക്കിവിടെ ആവശ്യം. കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ, ഒരൊറ്റ രൂപ കൊണ്ടാണ് നമുക്കത് കഴിയെങ്കിൽ അത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സനൽ ഹരിപ്പാട് നിന്ന് വിളിക്കുന്നു. ശ്രീ സനൽ, ഇപ്പോൾ നമ്മൾ 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം പേർ വീടുകൾ നൽകാൻ സന്നദ്ധത കൂടുതലായി അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങും. പക്ഷേ ഈ വയനാടിനെ പൂർവ്വസ്ഥിതിയിലേക്കാക്കാൻ, അവിടുത്തെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, മറ്റ് പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കാണാൻ നമുക്കൊരു വലിയ തുക ആവശ്യമാണ്. അതിൻ്റെ പ്രാഥമികമായൊരു കണക്ക് തയ്യാറാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫലവത്തായി ഇത് നടപടിക്രമങ്ങൾ നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് അദ്ദേഹമൊക്കെ ചർച്ച ചെയ്ത പ്രകാരം ഒരു പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു വിഷയമല്ല ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതെ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ജനത്തെ ബാധിച്ച് ജനങ്ങളുടെ ദുഃഖം. ഇപ്പം എനിക്ക് തോന്നുന്നു, ഞങ്ങളെ സംബന്ധിച്ച് സാധാരണപ്പെട്ട ഞങ്ങള് വീട്ടുകളിൽ ഇരുന്ന് TV കണ്ടിട്ട് പോലും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് രംഗങ്ങളെ കാണാൻ പറ്റും.
അതേസമയം ഈ സ്ഥലങ്ങളിൽ പോയി സംബന്ധിച്ച മാധ്യമപ്രവർത്തകർ ഇന്നലെ അവിടെ നിന്ന് മന്ത്രി പൊട്ടിക്കരയുന്ന കണ്ടു. അപ്പൊ അത്രയ്ക്ക് ഹൃദയ തകരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വയനാടുള്ളത്. അപ്പം നമുക്ക് കഴിയുന്ന സഹായം, ആ കഴിയുന്ന സഹായം കേന്ദ്രം കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. അവിടെ രാഷ്ട്രീയപരമായി എല്ലാ വ്യത്യാസങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അത് മേടിക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മുടെ എംപിമാര്. അപ്പൊ ഇതിപ്പോ നമുക്കൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. നമുക്ക് അതിനൊക്കെ രാഷ്ട്രീയം പറയാനുള്ള സമയമുണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ മറന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ അവര് മുന്നോട്ട് വരണമെന്നാണ് എന്റെ അഭ്യർത്ഥന. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഇത് ഒരു ചെറിയ ദൗത്യമല്ല. വലിയ നാശനഷ്ടം ഒരു വശത്ത് ഉണ്ടായിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും സമൂഹത്തിലുള്ള വിവിധ തുറകളിലുള്ള ആളുകളും ഒക്കെ ഈ സാമ്പത്തിക ബാധ്യത വഹിക്കാനായി വരുന്നുണ്ട്. പക്ഷെ അവിടം കൊണ്ടൊന്നും ഇത് മതിയായി എന്ന് വരില്ല. വലിയ ഒരു കടബാധ്യത നമ്മുടെ സംസ്ഥാനം നേരത്തെ തന്നെ നേരിടുന്നതാണ്. സ്വാഭാവികമായും ഒരു കേന്ദ്ര സഹായം വലിയ തോതിൽ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും അതോടൊപ്പം തന്നെ സംസ്ഥാനവും കൂടെ കൈകോർത്തുകൊണ്ട് പൂർണ്ണമായും വയനാടിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഗവൺമെന്റുകൾ കൃത്യമായി ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ജനങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. പാർപ്പിടം, അതുപോലെ തന്നെ വീട് വെച്ച് നൽകുന്നതിന് അടക്കം രാഷ്ട്രീയ പാർട്ടികളായാലും സന്നദ്ധ സംഘടനകളും ഒക്കെ തയ്യാറാണ്. ഇവിടെ സമ്പത്തിനൊരു കുറവും വരില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റും ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ തന്നെ തിരസ്കരിക്കുന്ന, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ ഇപ്പോഴും ആഘോഷിക്കുന്ന വികലമായ മനസ്സുകളുണ്ട്, സൈക്കോകളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായി ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സൈക്കോകൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലാതെ പ്രധാനമന്ത്രിയെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സോഷ്യൽ മീഡിയ, ഇന്ത്യയിൽ മുഴുവനുള്ള സോഷ്യൽ മീഡിയകൾ നിങ്ങൾ പരിശോധിക്കൂ. വേറൊരു രാഷ്ട്രീയ വിദ്വേഷമുണ്ടെന്ന് കരുതി വേറൊരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി ഇങ്ങനെ അവഹേളിക്കത്തില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്, ഈ സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കേൾക്കുന്നത്. എന്തെല്ലാം മോശമായിട്ടാണ് ഈ ഒരു മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറിച്ച് ഈ സോഷ്യൽ മീഡിയ വഴി അടക്കം വരുന്നത്. അതുപോലെ തന്നെ സമ്പത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ, സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വയനാടിനെ രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ശക്തികളെ ശക്തമായി അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ മാത്രമേ വയനാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധിക്കൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ കടം ഏതാണ്ട് 4.29 ലക്ഷം കോടി രൂപ വരും എന്നാണ് കണക്കാക്കൽ. റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിനെ ആധാരമാക്കി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഇത് ലോക്സഭയിൽ വെളിപ്പെടുത്തിയ ഒരു കണക്ക് കൂടിയാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കടം 4.57 ലക്ഷം കോടിയായി ഉയരും എന്ന് കൂടി നമ്മൾ ആശങ്കപ്പെടുകയാണ്. ആ ഘട്ടത്തിലാണ് വലിയ ഒരു ബാധ്യത, വയനാട് പുനർനിർമ്മിക്കുക എന്ന വലിയ ബാധ്യത സർക്കാരിന് മുന്നിലേക്ക് വരുന്നത്. ജനങ്ങളുടെ വലിയ പിന്തുണയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭാവനകളുമൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും അത് കൊണ്ടൊന്നും ഈ പ്രശ്നം പൂർണ്ണമായും നമുക്ക് അതിജീവിക്കാൻ ആകില്ല. വയനാട് ദുരന്തം കേരളത്തിൻ്റെ മുഖ്യ ടൂറിസം സ്രോതസ് അല്ലെങ്കിൽ ടൂറിസത്തെ മേഖലയെ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതുകൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രദീപ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? ഈ വയനാട് ഉണ്ടായ ഈ അപകടം എത്രമാത്രം വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും മറ്റ് രംഗങ്ങളിൽ കൂടി അത് വ്യാപിക്കുക? യെസ്, ഞാൻ അത് പ്രദീപിലേക്കും കൂടി വരാം. സുഭാഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപു,
നമുക്ക് ഇത്തരം ദുർഘടമായ ഘട്ടങ്ങളിൽ വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു പുതു പിന്തുണ കൂടി നമുക്കൊപ്പം വരേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്ക് ഇത്തരമൊരു ദുർഘട നിമിഷം ഉണ്ടാകുമ്പോൾ അത് രാജ്യമൊന്നായി ആ പ്രശ്നത്തിൽ അണിചേരുന്നു എന്ന ഒരു തോന്നൽ കൂടി നമുക്ക് ഉണ്ടാകണം. മാത്രമല്ല ആ സാമ്പത്തിക ബാധ്യത കേരളത്തിന് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്നതല്ല എന്നത് വ്യക്തവുമാണ്. ഇത് അനുസരിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് പോകും, അതിനനുസരിച്ചുള്ളൊരു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതെ, കാരണം നമ്മൾ ഈ കേരളത്തിന് മാത്രം നേരിടാൻ കഴിയുന്ന ഒരു ദുരന്തമല്ല ഉണ്ടായിരിക്കുന്നതെന്ന് അതിന്റെ വ്യാപ്തി കണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രധാനമന്ത്രി തന്നെ 3-4 hours വന്നിട്ട് അദ്ദേഹം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ദുരന്തത്തിനെ അദ്ദേഹം ദൃക്സാക്ഷി ആയിട്ട് എല്ലാവിടെയും പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് നമ്മുടെ സദേൺ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പൊ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. മറ്റുള്ളവരും ഇനി വരുമെന്ന് കരുതാം. അതേപോലെ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായം കേരളത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നൽകുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം അതാണ് ചരിത്രം. നമ്മൾ ഓരോന്ന് നേരത്തെ തന്നെ ആദ്യത്തെ ശ്രോതാവ് തന്നെ എടുത്തു പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. മാത്രവുമല്ല, ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 10 ദിവസം കഴിഞ്ഞോട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. പ്രോട്ടോകോളും ഈ സെക്യൂരിറ്റി ഒക്കെ കൊണ്ടിട്ടാണ് അദ്ദേഹം വൈകി വരുന്നത്. അത് നല്ല കാര്യം. പക്ഷെ അപ്പോഴും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എത്ര പണം സ്പെൻഡ് ചെയ്യണം? ഇമീഡിയറ്റ് ആയിട്ട് പണം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംസ്ഥാനം, ആ ഇമീഡിയറ്റ് ആയിട്ടൊരു പണം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംസ്ഥാനത്തിന് ഒരു അടിയന്തര സഹായം എന്ന നിലയ്ക്ക് ഒരു 50 കോടിയെങ്കിലും 100 കോടി രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഇതെല്ലാം കിട്ടി, ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അത് നോക്കി ഞങ്ങൾ കണ്ടു പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഇത് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാജ്യ മിനിസ്റ്റർ തന്നെ പറഞ്ഞു കേന്ദ്ര സംഘം പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരികയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുകയും ഇനി എന്തെങ്കിലും അവർ ആവശ്യപ്പെട്ടാൽ കൂടുതൽ കൊടുക്കാൻ നമ്മൾ പ്രൊആക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം വളരെ വ്യക്തമാക്കി പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതെല്ലാം വരട്ടെ എന്നിട്ട് തരാമെന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് തരേണ്ട സഹായം തന്നില്ല എന്നുള്ളിടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് എന്താണ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോ എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതേപോലെ പ്രധാനമന്ത്രിയുടെ അച്ചിട്ട് വാർത്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം കൊടുക്കട്ടെ, കൊടുത്തു കഴിഞ്ഞിട്ടല്ലേ കിട്ടുക. അങ്ങനെയാണോ വേണ്ടത്? നിങ്ങളുടെ ഓഫീസിൽ ഒരു ദുരന്തം ഉണ്ടാവുന്നു, നിങ്ങളുടെ കണക്കെല്ലാം പരിശോധിച്ചിട്ടാണോ നിങ്ങളുടെ ഓഫീസിലേക്ക് പണം തരിക നിങ്ങളുടെ അതോറിറ്റി? അല്ലല്ലോ. അവിടെ നടന്നിട്ടുള്ളതിന് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാശ് വേണ്ടേ? ആ സംസ്ഥാനത്തിന് സഹായിക്കണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ അത് വേണ്ടേ? പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നു, ആ സംഭവത്തിൽ എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വ്യക്തമല്ലേ? അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുക, ആളുകളെ കാണുമ്പോഴൊക്കെ നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും, അതൊരു സർക്കാരിന്റെ മാത്രമല്ല എല്ലാവരും വലിയ കൂട്ടായ്മയുടേതാണ്. അത് കാണേണ്ടതായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തുക അനുവദിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു എന്ന അഭിപ്രായം വളരെ ശരിയാണ്. ഏതായാലും വളരെ നന്ദി ദീപു. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. സജീവൻ എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ആദ്യഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കുറച്ച് ഒരു സഹായം ലഭിക്കുക, പിന്നീട് കുറെ കൂടെ വിപുലമായ ഒരു പാക്കേജ് ലഭിക്കുക, അങ്ങനെ ആയിരുന്നെങ്കിൽ കുറെ കൂടി നന്നായിരുന്നില്ലേ എന്ന ചോദ്യം ശരിയല്ലേ? ശരിക്കും അതൊരു ശരിയുള്ളൊരു ചോദ്യമാണ്. ഒരു അടിയന്തര സഹായമായി കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നമുക്ക് തരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ച്, ഞാൻ വയനാടുകാരനായതുകൊണ്ട് പറയാണ്, വയനാടിനെ സംബന്ധിച്ച് ഇതൊരു സമഗ്രമായി ഈ മേഖലയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം 2-3 പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ഇതെന്തുകൊണ്ട് ഈ വയനാട്ടിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വൻ ചോദ്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ വയനാടുകാരുടെ പുനരധിവാസം. ഈ പുനരധിവാസം അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നില്ലേ? വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? അല്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ, ഇതിന്റെ മുന്നില് നമ്മുടെ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ പല ചാനലുകളും ഇത് അവതരിപ്പിച്ചിട്ടും ഇത് എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ്. അതൊന്ന്. അത് ഒരു വശം നിൽക്കുമ്പോ ഇനി മുന്നോട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ എത്രയും പെട്ടെന്ന് ഒരു വാടക വീടുകളിലേക്ക് വേഗം താമസിപ്പിക്കുക. കാരണം ഇപ്പോ ഉള്ള ഇതെന്ന് വെച്ചാൽ സ്കൂളിലാണ്.
ഈ സ്കൂളുകളിൽ പല അസൗകര്യങ്ങളും ഉണ്ടാവും. ഒരാൾക്ക് കുളിക്കാൻ അല്ല, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 253 വാടക വീടുകൾ ഐഡന്റിഫൈ ചെയ്തു. അതോടുകൂടി 100 പേർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആശുപത്രിയിലും ക്യാമ്പുകളിലും ഒക്കെ കഴിയുന്നവർ അവരുടെ താല്പര്യാർത്ഥം അവരെ പതുക്കെ അങ്ങോട്ടേക്ക് മാറ്റണം. അവരുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചല്ലേ അതൊക്കെ ചെയ്യാം. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ്. ശ്രീ സജീവൻ വയനാട്ടിൽ നിന്നാണ് വിളിച്ചത്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, കേരളം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ജനതയെ നമുക്ക് ചേർത്തു പിടിക്കേണ്ടതുണ്ട്. ഈ ദുരന്തം അവരെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അവർക്കുമേൽ ഏൽപ്പിച്ച ആഘാതം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്കിത് ഒറ്റയ്ക്കൊരു പക്ഷേ നേരിടാൻ പൂർണ്ണമായും കഴിയില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ശ്രീ ശശിധരൻ പ്രതീക്ഷിക്കുന്നത്? അതായത് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് വളരെ കാര്യമായിട്ടൊക്കെ ഇവിടെയൊക്കെ പറയുക, ഇത്രയും പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാൾ അധിക സമയമെടുത്ത് കാണുകയൊക്കെ ചെയ്തപ്പോൾ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുമെന്ന് എന്നെ പോലുള്ളവരാരും വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ മനുവിനോട് ചോദിക്കട്ടെ, യെസ്, ശ്രീ ശശിധരൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു. റഷീദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, താങ്കൾ എന്ത് കരുതുന്നു? ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കേരളത്തിൻ്റെ മുകളിലേക്ക് വന്ന മറ്റൊരു വലിയ ആഘാതമാണ് വയനാട് ദുരന്തം. നമുക്ക് ഇത് എങ്ങനെയൊക്കെ അതിജീവിക്കാൻ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കും? ഇത്രയും വലിയൊരു മഹാദുരന്തം സംഭവിച്ചിട്ട് കേന്ദ്രത്തിന്റെ അടിയന്തര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് വളരെ ഖേദകരവും സങ്കടകരവുമാണ്. നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണീർ കാഴ്ചകൾ, ഇപ്പോൾ ചെറിയ കുഞ്ഞിന്റെയും 3 ശരീരാവശിഷ്ടങ്ങളെയും മറവ് ചെയ്യുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഹൃദയം പൊട്ടി അതൊക്കെ വല്ലാതെ സഹിച്ചുകൊണ്ട് കാണുകയാണ്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിനനുസരിച്ചുള്ള ഒരു സഹായധനം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്നും നമുക്ക് 3500 കോടിയോളം രൂപ വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ സഹായം നമുക്ക് ലഭിച്ചേ മതിയാവും. അതിനുള്ള കരുക്കളൊക്കെ നീക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിൽ ഇതുവരെ സംഗതികളൊന്നും അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം നമ്മളെല്ലാവരും പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മറ്റ് MP-മാര് പറഞ്ഞു, എല്ലാവരും പറഞ്ഞതും ഇതൊരു ദേശീയ ദുരന്തമായി കാണണമെന്നാണ്. പക്ഷെ കണ്ടില്ലല്ലോ ഇതുവരെ. എന്താണ് അതിന്റെ ഒരു തടസ്സം? അത് മനസ്സിലാവുന്നില്ല. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ ചെറിയൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ഇടവേള, പെട്ടെന്ന് മടങ്ങിയെത്താം. കൊടുക്കുക കേന്ദ്ര ഗവൺമെന്റിന്. എന്നിട്ട് അവർ തരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാൻ ഒറ്റക്കെട്ടായി നിൽക്കും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ രാജൻ, മറ്റൊരു പ്രേക്ഷകൻ രാജൻ കൊല്ലത്തുനിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ അഭിപ്രായം കൂടി പങ്കുവയ്ക്കാം. നമുക്ക് സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. സാറേ, പ്രധാനമന്ത്രി ഇവിടെ വരാതിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. കാരണം 18 കോടിയാണ് ചെലവാക്കിയ ഒറ്റ വിസിറ്റിന്. ആ പൈസ കിട്ടിയിരുന്നെങ്കിലും ഉപകാരമായി പോയെന്നതിന്. ഈ സംഭവം നടന്ന അന്ന് മുതൽ കേരള ഗവൺമെന്റ് അങ്ങേയറ്റം ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അന്ന് മുതൽ അവർ ആഹാരം കൊടുക്കുന്നു, ഷെൽട്ടർ കൊടുക്കുന്നു, ക്യാമ്പ് നടത്തുന്നു, എന്തെല്ലാം ചെലവാണ്. കുറച്ച് പൈസയെങ്കിലും ആദ്യം കൊടുക്കണ്ടായിരുന്നു. എന്നിട്ട് ശേഷമല്ലേ പിന്നെ ബാക്കിയുള്ളത് എഴുത്തുകുത്തും കാര്യങ്ങളൊക്കെ നടന്ന് നഷ്ടപരിഹാരമായിട്ട് വലിയൊരു തുക വരേണ്ടത്. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ നൌഷാദ് എനിക്കൊപ്പം ചേരുന്നത്. വയനാട്ടിൽ നിന്ന് തന്നെയാണ്. നൌഷാദ്, വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ നൌഷാദിന്റെ സഹോദരനാണ് പറഞ്ഞത്. എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അദ്ദേഹം ഒരു ആവശ്യമായിട്ട് മാറി. സാറേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾക്ക് ഇപ്പം അവിടെ ഏകദേശം ഒരു 300 ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 300 ആൾക്കാർക്ക് ഒരാൾക്ക് ഒരു 40 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇഷ്ടമുള്ള രീതിയിൽ വീട് വെച്ച് അവർ താമസിക്കും. ആ കണക്ക് വെച്ച് നോക്കുമ്പോഴാണ് നമുക്കൊരു 300 കോടി രൂപയുടെ ചെലവേ വരുന്നുള്ളൂ. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ
എന്താ പറയുന്നത്, ദുരിതാശ്വാസ നിധിയിൽ 1600 സംതിങ് കോടി രൂപ ഇപ്പൊ ഉണ്ട്. എന്തുകൊണ്ട് അത്യാവശ്യമായിട്ട് അതുങ്ങൾക്ക് ഞങ്ങൾക്ക് സൗകര്യപരമായ രീതിയിൽ ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിച്ചോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാട്ടർ സപ്ലൈ ആയാലും റോഡ് സംവിധാനം ആയാലും സ്കൂളായാലും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയതായിരിക്കും ബാക്കിയുള്ള കാര്യം ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആ ഏരിയ വിട്ട് തന്നെ പോകൂല്ലേ സാറേ? അങ്ങനെ അവർക്ക് ഇപ്പൊ ഇവരെ അവിടെ തന്നെ വീണ്ടും അധിവസിച്ചു കഴിഞ്ഞാൽ നാളെ വീണ്ടും ഒരു ദുരിതം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ലേ? യെസ്, വളരെ കൃത്യമാണ്. സമയപരിമിതി കൊണ്ടാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. സജീവൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. സജീവൻ, നേരത്തെ ടെലിഫോൺ കട്ടായി പോയതാണെന്ന് തോന്നുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. നൗഷാദ് അയാൾ പറഞ്ഞ അതാണ് യഥാർത്ഥത്തിൽ വയനാട്ടിൽ ചെയ്യേണ്ടത്. കാരണം വനം വകുപ്പ് വനത്തിൽ നിന്ന് പുനരധിവസിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അവർ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടാണ് സ്ഥലം വാങ്ങുകയും അത് റോഡ് സൗകര്യം, വെള്ള സൗകര്യം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് സ്ഥലം വാങ്ങുകയും ബാക്കി മിച്ചം വരുന്ന പൈസക്ക് അവരുടെ ഉപജീവനമായിട്ടുള്ള ഓട്ട അതുപോലെ പശു, ആട് അങ്ങനെയുള്ള ഉപജീവന മാർഗങ്ങളും കൂടി ഇതിന്റെ കൂടത്ത് വാങ്ങാനുള്ള ഒരു പൈസയും കൊടുത്ത് അവർക്ക് പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വനം വകുപ്പ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പരിപാടിയാണ്. വനം വകുപ്പ് ചെയ്യുന്നത് വനത്തിൽ നിന്ന് ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നത് ഇതേ രീതിയിലാണ്. ആ രീതി തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയക്കുറവ് കൊണ്ടാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാരുകൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ ജനങ്ങളെ അവരുടെ ഉപജീവന മാർഗവും അവരുടെ വീടും ഒക്കെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം പ്രാധാന്യത്തോടുകൂടി കാണണം എന്നതാണ് പ്രേക്ഷകരും വ്യക്തമാക്കുന്നത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. കേന്ദ്ര പ്രത്യേക പാക്കേജിൽ പ്രതീക്ഷ വർദ്ധിക്കുന്നു എന്നായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതിൽ വലിയൊരു ശതമാനം ആളുകൾ, ഏതാണ്ട് 79% ആളുകൾ കേന്ദ്ര പാക്കേജിൽ വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ട് എന്ന് പറയുന്നു. 79% ആളുകൾ. അതേസമയം 21% ആളുകൾ കേന്ദ്രത്തിൽ പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും വയനാടിനെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാക്കൂ. അതിനുവേണ്ടി ഒറ്റക്കെട്ടായുള്ള ഈ മുന്നേറ്റം തുടരുക തന്നെ വേണം. പൊതുവേദിയും ആ വാക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.